പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഒരു മഹത്തായ കാലഘട്ടത്തിൻ്റെ ദീപ്ത സ്മരണകൾ ഉതിർക്കുന്ന ഒരു സ്മരണ നിലനിർത്തുന്ന ആ സ്മരണികയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ക്ഷേത്ര മീഡിയ ഈ വളരെ പ്രസക്തമായ അഭിമുഖത്തിലേക്ക് കടക്കുന്നത്. 57 വർഷക്കാലം ഒരു ജീവൻ ക്ഷേത്ര സംബന്ധിയായ വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ജീവിതം പുലർത്തിപ്പോരുക, അത് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ പരിപാവനമായ കർമ്മങ്ങളിൽ ഒന്നായ ക്ഷേത്രകർമ്മങ്ങൾ അനുഷ്ഠാനമായി അതിനോട് ജീവിച്ചു പോകുന്ന ഒരു ജീവൻ. അത് മറ്റാരുമല്ല, നമുക്കറിയാം. ഇപ്പോൾ ഈ എൻ്റെ തൊട്ടടുത്ത് നിലകൊള്ളിയിരുന്ന ഒരു ശിലയുണ്ട്. ആ ശിലയിൽ കാണുന്ന രൂപം ഇവിടുത്തെ ഈ പ്രസിദ്ധമായ ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിലെ എല്ലാമായ മണികണ്ഠൻ എന്ന ഗജശ്രേഷ്ഠൻ്റെ ശിലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 57 വർഷക്കാലം 1966 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ നിലമ്പൂർ കോവിലകത്തു നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാമായ അർത്ഥത്തിൽ പരിപാലിച്ചു വന്ന മണികണ്ഠൻ എന്ന ഗജവീരൻ കഴിഞ്ഞ 2023 ജൂലൈ 10 ഭഗവത് പാദം പോകിയപ്പോൾ ഒരു നാടും അതുപോലെ തന്നെ ജനപദങ്ങളും കണ്ണീരാഴ്ത്തിക്കൊണ്ടാണ് ആ മഹാശ്രേഷ്ഠ ഗജവീരന് വിട നൽകിയത്. അതിൻ്റെ ദീപ്ത സ്മരണകൾ ഉതിർക്കുന്ന ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് എൻ്റെ അടുത്തിൽ. ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടണം. കാരണം സഹജീവി സ്നേഹം വെച്ചു പുലർത്തുന്ന മനുഷ്യർ അപൂർവമാണ് നമുക്കിടയിൽ. പ്രത്യേകിച്ച് വളരെ അധികം യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിപ്രഭാവം. എന്നാൽ സുപ്രസിദ്ധമായ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവമ്പാടിയും പാറമേക്കാവും കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ് തൃശ്ശൂർ പൂങ്കുന്നം ശ്രീ ശങ്കരൻകുളങ്ങര ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന അഥവാ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ആരാധ്യനായ ശ്രീ പ്രശാന്ത് മറുവാഞ്ചേരിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ അഭിമാനമുണ്ട് ക്ഷേത്ര മീഡിയയ്ക്ക്. കാരണം ഇത്രയധികം ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സംസ്കാരത്തെയും പ്രത്യേകിച്ചും ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ വിപുലീകരണത്തെയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും ഭാവി കാലങ്ങളിലുള്ള വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ ഇത്രയും പരിഷ്കാര സമ്പന്നമായി ചിന്തിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് ഈ ക്ഷേത്രങ്ങളുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നവരിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പ്രധാന വ്യക്തിയെയാണ് ക്ഷേത്ര മീഡിയ വീണ്ടും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുമൊക്കെ ക്ഷേത്ര മീഡിയ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇന്നും ഈ ഉത്സവ ദിവസം ശങ്കരൻകുളങ്ങര മണികണ്ഠൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ഒരു ആ പ്രതിമയുടെ ജീവസുറ്റ പ്രതിമയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും മനസ്സുകളിൽ ജീവിക്കുന്ന മണികണ്ഠൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ക്ഷേത്ര മീഡിയ നമസ്കാരം സാർ. വളരെ അഭിമാനത്തോടു കൂടി എന്നാൽ ചെറിയൊരു ദുഃഖസ്മരണയോടുകൂടി തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മണികണ്ഠൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം ഈ മണികണ്ഠൻ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്ര സംസ്കാരം അതിനെ ഈ ഒരു രീതിയിൽ കെട്ടിപ്പടുക്കുവാനും വാർത്തെടുക്കുവാനുമൊക്കെ അങ്ങയുടെ ഒക്കെ സമർപ്പണം ഒരുപാട് വലുതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മണികണ്ഠനെ ഓർത്ത് ഈ ക്ഷേത്ര സംസ്കാരത്തെ ക്ഷേത്രം നിലനിൽക്കുന്ന കാര്യത്തെ ഇനി വരാനിരിക്കുന്ന സംഭവവികാസങ്ങളെയൊക്കെ വളരെ വിശദമായി പറയാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. കാരണം 1-2 അഭിമുഖങ്ങളിലൂടെയൊക്കെ ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞതും കൂടിയാണ്. ഏതായാലും വളരെ സ്വാഗതം. നമുക്കിന്ന് ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ ആദ്യം നമുക്ക് മണികണ്ഠനിൽ നിന്ന് തുടങ്ങാം സാർ. നമസ്കാരം. മണികണ്ഠനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ പല വേദികളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ പൂരം എന്ന് പറയുമ്പോൾ മണികണ്ഠൻ ഇല്ല എങ്കിലും പക്ഷേ നമ്മുടെ പ്രതിമയായിട്ട് മണികണ്ഠൻ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പത്മനാഭനെയും അവിടെ ഗജശ്രേഷ്ഠനായ കേശവനെയും പണിതിട്ടുണ്ടെങ്കിലും മണികണ്ഠൻ്റെ രൂപം മണികണ്ഠൻ തന്നെയാണ്, ജീവൻ മാത്രമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല ഭക്തജനങ്ങളും ഇതിന് മുന്നിൽ വരുമ്പോൾ മണികണ്ഠ എന്ന് വിളിക്കുന്നു ആ സ്നേഹത്തോടെ. ഇപ്പോഴും മണികണ്ഠനെ കാണുമ്പോൾ ആ ലാളനയോടെ സംസാരിക്കുന്ന ഒരുപാട് ഭക്തരും ആനപ്രേമികളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എന്നും എൻ്റെ ഒരു കളിക്കൂട്ടുകാരനായിരുന്നു മണികണ്ഠൻ. അപ്പോൾ ഈ മണികണ്ഠൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ അവൻ സാധാരണ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ
അവൻ അനങ്ങിയിട്ടും ആ ഇതില്ലാതെ ഒരു നിശ്ചലമായി നിൽക്കുമ്പോൾ വളരെ വിഷമമുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അവൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ വടക്കുന്നാഥൻ്റെ മുമ്പിലായ നന്ദികേശൻ, ശിവൻ്റെ വാഹനമായ നന്ദികേശൻ കാവൽ നിൽക്കുന്ന പോലെ ശങ്കരമല ഭഗവതിയുടെ കാവലാളായി ഇന്നും മണികണ്ഠൻ ഇപ്പോൾ നിൽക്കുകയാണ്. നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് മണികണ്ഠനെ കാഴ്ചവെക്കാൻ, അതായത് മണികണ്ഠൻ എങ്ങനെയായിരുന്നു എന്ന് പലർക്കും കഥ പറഞ്ഞു കൊടുക്കാൻ, അവൻ്റെ ആ ശാരീരിക ഭാഷയും അവൻ്റെ എന്തായിരുന്നു മണികണ്ഠൻ എന്ന് കാണണമെങ്കിൽ ആരോടും പറയേണ്ട, ഒരു ഫോട്ടോയുടെ അല്ലാതെ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമയായിട്ട് തന്നെ നമ്മുടെ ഈ ശില്പി സൂരജ് നമ്പ്യാട്ട് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ ക്ഷേത്രത്തിന് നല്ലൊരു ഭാഗം മാറ്റിവെക്കാൻ സാധിച്ചു. അത് ഒരു പക്ഷേ അവൻ്റെ ഓർമ്മകൾ എന്നും ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും നല്ലൊരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞതും. കുളത്തിനോട് ചേർന്ന് കുളക്കരയിൽ അമ്മ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ കൂടെ തന്നെ അമ്മയുടെ അടുത്ത് തന്നെ കുളക്കരയിൽ തന്നെ മണികണ്ഠനെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ട്. അമ്മയെ കാണാം. ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ ഇപ്പോൾ വീണ്ടും മണികണ്ഠൻ ഒരു ശില്പത്ത് കൂടെ തന്നെ മാറ്റിയെടുക്കുകയാണ്. പല സ്ഥലത്തു നിന്നും മണികണ്ഠൻ്റെ ഈ രൂപം കാണാൻ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. വളരെ മണികണ്ഠൻ അന്തരിക്കുന്നതിൻ്റെ ഒരു 15 ദിവസം മുമ്പാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മണികണ്ഠനോടൊപ്പം നിന്ന് അവന് പഴമൊക്കെ കൊടുത്ത് നമ്മൾ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയുണ്ടായി. മണികണ്ഠനുമായിട്ട് സാറും ഞാനും കൂടെ സംസാരിക്കുകയുണ്ടായി. ഓർമ്മയുണ്ട് സാറേ? തീർച്ചയായിട്ടും അതൊന്നും മറക്കാൻ കഴിയില്ല. മണികണ്ഠനോടൊപ്പം കഴിഞ്ഞ ഓരോ സമയങ്ങളും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ശങ്കര ഭഗവതിയുടെ മാത്രമല്ല, തൃശ്ശൂരിൻ്റെ തന്നെ വളരെ വലിയൊരു അഭിമാനമാണ്. ഒരുപാട് പൂരങ്ങളിൽ മണികണ്ഠൻ പങ്കെടുത്തുകൊണ്ടും തൃശ്ശൂർ പൂരത്തിലും 5 പതിറ്റാണ്ടോളം ഒരു ആന പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ മണികണ്ഠൻ ഇന്നേ വരെ ഒരു പൂരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ടും മണികണ്ഠൻ ശാന്തസ്വരൂപനായതുകൊണ്ടും വളരെയധികം പൂരങ്ങളിൽ എല്ലാവരും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ലക്ഷണമൊത്ത ഗജശ്രേഷ്ഠനൂടെയാണ്. നിലമ്പൂർ കോവിലകത്തെ ആനകളിൽ ഒരു ആനയാണ് മണികണ്ഠൻ. അതായത് വളരെ ചെറുപ്പത്തിലെ മണികണ്ഠൻ അതായത് ക്ഷേത്രത്തിലേക്ക് എത്തുകയും നമ്മളിൽ ഒരാളായിട്ട്, ഒരു ആനയായിട്ടല്ല, ഒരു സഹോദരനെ പോലെയും അതൊരു അംഗമായിട്ടാണ് മണികണ്ഠൻ്റെ. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഒരുപക്ഷെ സാധാരണക്കാർ വന്നാൽ അറിയില്ല, പക്ഷെ മണികണ്ഠൻ അറിയാത്ത സ്ഥലങ്ങളില്ല ഇവിടെ. അവനെല്ലാ സ്ഥലങ്ങളും അറിയാം. അവൻ ഇവിടെ കളിച്ചു വളർന്നൊരു മണ്ണാണ്. അവനതുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യമുണ്ട്. അത് മണികണ്ഠൻ ചെരിഞ്ഞ ആ ദിവസം തന്നെ ആ ഒരു വർഷമെത്തുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചു. അത് ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. അതിന് നമ്മുടെ സാധാരണ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള പണമല്ല എടുക്കാണ്ടി വന്ന് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ മണികണ്ഠനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയിൽ നിന്നും സ്വരൂപിച്ച അവരുടെ സംഭാവന കൂടിയാണ് ഇപ്പോൾ മണികണ്ഠൻ്റെ ഈ പ്രതിമ. ആ സ്നേഹത്തിലൂടെ ഉണ്ടാക്കണമെന്നൊരു വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആനയുടെ അനുസ്മരണ പ്രഭാഷണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പലരുടെ ആശയമായിരുന്നു നമ്മൾ അതിൽ കഴിയുന്ന ഒരു ഭാഗമാവണം. അതിപ്പോൾ നമുക്ക് അതിന് പൂർണ്ണമായ പൈസ മുഴുവൻ പിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും പലരും അതിനൊരു ഭാഗമായി അടയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞങ്ങൾ കൂടി ആവണം എന്നുള്ളത് ജനകീയനായി. തീർച്ചയായും ഈ പ്രതിമ ഇപ്പോൾ വളരെയധികം സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമയായതുകൊണ്ട് പ്രത്യേകിച്ച്. പിന്നെ അതിനുവേണ്ടി നമുക്ക് അലങ്കരിക്കാനായിട്ട് പുൽത്തകിടിൽ അവൻ ജീവനോടെ നിൽക്കുന്ന ഈ മരം തന്നെ വളരെ ഭംഗിയാണ്. അതൊരു മരത്തിൻ്റെ തണൽ അവന് വേണം. ഷെഡില്ലാതെ നിൽക്കണമെന്ന് ആഗ്രഹം. കാരണം ഷെഡ് കെട്ടി കഴിഞ്ഞാൽ കാക്ക വളരെ ഇതായിരിക്കും, വൃത്തികേടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷെഡില്ലാതെ അത് സ്വതന്ത്രമായി അവൻ്റെ മണ്ണിൽ എവിടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു പ്രതി അത് നിൽക്കണം എന്നുള്ള വളരെ ആഗ്രഹമാണ്. അതുകൊണ്ട് അത് ഇപ്പോഴും നമുക്ക് നിൽക്കാൻ കഴിയുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ വേലയുടെ സമയത്ത് നമ്മൾ പറയുകയുണ്ടായി അയ്യപ്പ ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. ആ അയ്യപ്പ ക്ഷേത്രം നമ്മൾ പണി കഴിച്ചു. അതിന് ഭംഗിയായിട്ടുള്ള പ്രത്യേകതയുണ്ടല്ലോ സാർ. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ആ പാരമ്പര്യത്തിൻ്റെ സമ്പ്രദായത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നി. അതിൻ്റെ നിർമ്മാണ ഘട്ടത്തെക്കുറിച്ചും എങ്ങനെയാണ് അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്? നമുക്ക് ആ ആദ്യം ഒരു മണികണ്ഠനാണല്ലോ ഇവിടെ. അത് അയ്യപ്പൻ്റെ രൂപമല്ല, ശിവാംശമായതുകൊണ്ട് നമ്മൾ ആ ശിവൻ്റെ പൂജകളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചപ്പോൾ അയ്യപ്പൻ്റെ കുറവ്, അതായത് അയ്യപ്പ ക്ഷേത്രം അയ്യപ്പനായിട്ട് പലരും മണികണ്ഠൻ എന്നുള്ളത് തെറ്റിദ്ധരിച്ച് മണികണ്ഠനായിട്ട് പലരും പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഇവിടെ തന്ത്രി ആയാലും പിന്നെ ഇവിടെ അഷ്ടമംഗല പ്രവേശനത്തിൽ വന്ന കൂറ്റനാട് രാവണിപ്പണിക്കരും വളരെ സ്പഷ്ടമായി പറഞ്ഞിരുന്നു. അത് ശിവാംശമാണ്, അത് വേട്ടക്കാരനാണ്, ആ വേട്ടക്കാരൻ്റെ കൂടിയും ഭാവമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അയ്യപ്പൻ്റെ ഒരു
ഇവിടുത്തെ ചൈതന്യം ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അതിൻ്റെ ബോർഡ് വെച്ചു, അതൊക്കെ തെറ്റി ആരും പ്രാർത്ഥിക്കേണ്ട വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ബാംഗ്ലൂരുള്ള KR പുരത്തുള്ള അയ്യപ്പ ട്രസ്റ്റ് നമ്മളെ സമീപിക്കുകയും അവർ ആ ക്ഷേത്രത്തിന് ഒരു അയ്യപ്പ ക്ഷേത്രം പണിയാനായിട്ടുള്ള ആ പൈസ നമുക്ക് തരികയും അവരുടെ അയ്യപ്പ ട്രസ്റ്റിലെ എല്ലാ വെള്ളിയായാലും മറ്റ് എല്ലാം നമുക്ക് സമർപ്പിച്ചു. അത് അവർക്ക് ഈ ക്ഷേത്രം കണ്ടപ്പോൾ വളരെയധികം വിശ്വാസവും ഇവിടെയാണ് എത്തേണ്ടത്, ഇവിടെയാണ് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ കേരള പഴമയിലൂടെ പണിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കരിങ്കല്ലിൽ പണിതുകയാണ്. അത് വളരെ മനോഹരമായി തീർക്കാൻ കഴിഞ്ഞു. പ്രതിഷ്ഠയും വളരെ ഭംഗിയായി തീർത്തു. അതിനുശേഷം ഇപ്പോൾ അടുത്ത് ഒരു മാസങ്ങളായിട്ടുള്ളൂ നമ്മുടെ വൃശ്ചികം 1 തന്നെ മനോഹരമായ കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യത്തിന്, അയ്യപ്പ ഭക്തർക്ക് കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു നടപ്പര പണിതിട്ടുണ്ട്. നടപ്പര വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് എവിടെയും പുനരുദ്ധാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഈ ശങ്കര ക്ഷേത്രത്തിൽ ഒരു നടപ്പര പണിയാൻ കഴിഞ്ഞു. ഒരു മണ്ഡപം എങ്ങനെയാണോ അതുപോലെ കരിങ്കൽ തൂണുകളായിട്ട് മരങ്ങളും ആയിട്ട് ചെയ്ത് അതിൽ മുകളിൽ അയ്യപ്പനെ വളരെ മനോഹരമായിട്ട് പുലിപ്പുറത്ത് നിൽക്കുന്ന അയ്യപ്പനെ മരത്തിൽ കൊത്തിയിട്ടുണ്ടൊരു ശില്പി. അത് വളരെ മനോഹരമാണ്, അത് കാണിക്കും ഇതിനിടയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മളെ ഭഗവതി നമ്മളിൽ തന്നെ തോന്നിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മളെ ഓരോ ആശയങ്ങൾ മുന്നിൽ വയ്ക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ അയ്യപ്പൻ്റെ അമ്പലം പറയുമ്പോഴേക്കും അത് അയ്യപ്പൻ്റെ അമ്പലം മാത്രമല്ല, അതിനൊരു നടപ്പര കൂടിയും പണിത് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചൊരു 10-12 വർഷങ്ങളായി ഈ നമ്മുടെ കല്യാണ മണ്ഡപം വളരെ ജീർണിച്ച് കിടക്കുകയാണ്. അത് പുനരുദ്ധരിക്കാൻ വളരെയധികം പുനർനിർമ്മാണത്തിന് വേണ്ടി വളരെ ശ്രമിച്ചെങ്കിലും പല പേപ്പർ പ്രശ്നങ്ങളായിട്ട് പരിഹരിക്കാതെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കത് വളരെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി, എല്ലാ പേപ്പറുകളും നമുക്ക് ശരിയായി. നമ്മളടുത്ത് തന്നെ ഇപ്പോൾ 23-ാം തീയതി നമ്മൾ അതിൻ്റെ ശിലാസ്ഥാപനം ചെയ്തു. അത് ശിലാസ്ഥാപനം ചെയ്തത് ഒരു പേര് പുറത്ത് അറിയാൻ താല്പര്യമില്ലാത്തൊരു ഭക്തൻ, അതൊരു ഉപാസകൻ, ക്ഷേത്രം അമ്മയോട് ചേർന്ന് നിൽക്കുന്നൊരു ഭക്തൻ സമർപ്പിക്കുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെയധികം നമുക്ക് ലാഭം ഉണ്ടാവുകയാണ്. അത് സമ്പത്ത് തന്നെത്താൻ വന്ന് ചേരുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക്. അതായത് അമ്മയ്ക്കുള്ള മാലകൾ, സ്വർണ്ണമാലകളായാലും ഇപ്പോൾ ഈ കാലയളവിൽ വളരെയധികം അമ്മയ്ക്ക് വന്ന് സമർപ്പിക്കുന്നു. അതേ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമായ ഭാഗം. ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഒരു എന്താ പറയുക, മറ്റുള്ളവരിലേക്ക് ആ തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ സമീപനവും അതിനൊരു വലിയൊരു ഘടകമല്ലേ? തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമാണ്. നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള പുണ്യത്തിൻ്റെ ഫലമാണ് മക്കളെ അനുഭവിക്കുക എന്ന് പറയും. ഒരു പക്ഷേ അമ്മൂമ്മയും അമ്മയൊക്കെ വളരെയധികം പ്രാർത്ഥനയോടെ ജീവിച്ചൊരു കുടുംബമായതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം കിട്ടി എന്ന് പറയാം. അത് അമ്മയെ ഉപാസിക്കാനുള്ള ഭാഗ്യം, അമ്മയുടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ നമ്മുടെ കമ്മിറ്റി എല്ലാവരും വളരെയധികം ഒത്തൊരുമിച്ച് ഒരു ക്ഷേത്രത്തെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ദേശത്തുള്ളവരും തീർച്ചയായിട്ടും നല്ലോണം, അതായത് നമ്മുടെ ജീവനക്കാരായാലും വളരെയധികം സ്വന്തം കുടുംബം പോലെ വളരെ വൃത്തിയായിട്ടും അവർ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമർപ്പണ മനോഭാവം വളരെയധികം ഈ ക്ഷേത്രത്തിലുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് ഒരാളെയും എന്ത് ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല. അവരെന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ സാധാരണ ഒരു 10-10:30 ആയതിന് ശേഷമേ സാധാരണ ചതുശ്ശതത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു എന്ന് പറയാം. പക്ഷേ ഇത്തവണ വളരെയധികം ഉണ്ടാക്കിയിട്ട് പോലും നേരത്തെ തന്നെ കുറഞ്ഞു. അത്രയധികം ഭക്തർ വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂടുതലാണ്, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഇത്തവണ ഭക്തരിവിടെ എത്തിയിട്ടുള്ളത്. അത് അമ്മയുടെ പ്രഭാവം വർദ്ധിക്കുന്നു എന്നുള്ള ഭക്തരുടെ സാന്നിധ്യമാണല്ലോ ക്ഷേത്രത്തിൻ്റെ വളർച്ച. ഒരുപാട് അകലെ ഇന്നേക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വരയ്ക്ക് ലീവ് എടുത്ത് വന്ന ഒരുപാട് ഭക്തരിവിടെ ഉണ്ട്. അത് പഴയ കാലത്ത് നമ്മൾ വരാൻ കഴിയില്ല, പക്ഷെ ഇത്തവണ വന്നില്ലെങ്കിൽ വളരെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിന് ശേഷം തെയ്യങ്ങളായാലും പഴമ ഉതിർത്തുന്ന എല്ലാ ശില്പങ്ങളും തെയ്യങ്ങളും എല്ലാം ഇതിന് ശേഷം നമ്മുടെ പൂരം എത്തിയതിന് ശേഷം വരുന്നതായിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ മേളപ്രമാണിയായിട്ട് നമ്മുടെ പെരുമനം കുട്ടേട്ടൻ തന്നെയാണ് പഞ്ചാരി മേളം നടത്തുന്നത്. പിന്നെ ചോറ്റാനിക്കര സുഭാഷ്മാരാണ് പഞ്ചവാദ്യം. ഇപ്പം നമ്മൾ 1 മണിക്ക് ശേഷം തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെടും. അവിടെ കുട്ടി അവിടെ നിന്ന് ഒരു 3 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ വെയിലിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം വഴിയൊക്കെ നനച്ച്, അതേ ഇപ്പോഴത്തെ നിയമത്തിന് അനുകൂലമായി ആനകളെ പരിപാലിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം അറിയാം. ആനകളുടെ ബുദ്ധിമുട്ടുകളില്ലാതെ വഴിയൊക്കെ നനച്ച് ആനയ്ക്ക് നല്ല വിശ്രമങ്ങൾ കൊടുത്ത് സുഖമുള്ള ഒരുക്കിയാണ് വരിക. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പാഞ്ചാരി മേളം തുടങ്ങുന്നതായിരിക്കും.
പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാച്ച ക്ഷേത്രത്തിനെ എങ്ങനെ അലങ്കരിക്കണം, അതായത് ക്ഷേത്രം പഴമയിലേക്ക് പോകാനായിട്ട് അതെ തീർച്ചയായിട്ടും പുഷ്പത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ. അതായത് അമ്മ അത്ര ചൈതന്യവതിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുളമാണ് നമ്മുടെ അമ്പലത്തിലത്തെ ഏറ്റവും പ്രധാനം. അത് വളരെ ശുചിത്വമായിട്ട് ഇപ്പോഴും പരിപാലിക്കാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ ശക്തി അതിലുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് അത് വളരെ അതിൽ സോപ്പൊന്നും തേക്കാതെ എണ്ണയും തേക്കാതെ വളരെ നന്നായി നോക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതൊരു തീർത്ഥക്കുളമായിട്ട് തന്നെയാണ് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ അടുത്ത കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യമാണ്. അത് വരുന്നതോട് കൂടിയിട്ട് വളരെ മാറ്റം മാറും. തീർച്ചയായിട്ടും ഒരു 2.5 വർഷത്തിനുള്ളിൽ അത് പണി പൂർത്തിയാക്കാം എന്നുള്ള വിശ്വാസത്തിലാണ്. നമുക്കതിന് വളരെയധികം ആധുനിക സൗകര്യങ്ങൾ വളരെയധികമുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. റൂംസുകളായാലും അതിനകത്ത് തീർച്ചയായിട്ടും നല്ലൊരു കല്യാണ മണ്ഡപം തൃശ്ശൂരിൽ നമ്പർ 1 കല്യാണ മണ്ഡപം ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്തതിലേക്ക് അല്ലെങ്കിലും 2 വർഷത്തിനുള്ളിൽ അത് ചെയ്യും. എന്തായാലും കല്ലുകളിലെല്ലാം ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അത് വളരെ മംഗളമായി കഴിയാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. ഇനി എല്ലാം പഴയ പോലെ തന്നെ എന്താ പറഞ്ഞോളൂ. ഏതായാലും ഭഗവതിയുടെ ക്ഷേത്രോത്സവമായും ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക അഭിവൃദ്ധിപരമായിട്ടും അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കും ക്ഷേമത്തിനും പൊതുജനങ്ങളുടെ ഭക്തരുടെ ഉപാസകരുടെ ഒക്കെ നിർലോഭമായ സാമീപ്യവും സാന്നിധ്യവും സഹകരണവും ധനപരമായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു എന്നാണ് പ്രസിഡന്റ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. സാറുടെ അഭിപ്രായം വളരെയധികം അക്ഷരാർത്ഥത്തിൽ 100% സത്യസന്ധമായി നമുക്കിതിനെ മുഖവിലേക്കെടുക്കാം. കാരണം ഇതൊന്നും അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുന്നതല്ല, എല്ലാവരും ഭഗവതിക്ക് ഇങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം തന്നെയാണ് എല്ലാ അഭിവൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും ലക്ഷണം. നിങ്ങൾക്കറിയാം, ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് കിഴക്കേ നടയിലൂടെ പ്രവേശിക്കുന്ന ഒരു ഭക്തന് ദർശനം കഴിഞ്ഞ് ഒരു പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിച്ച് തിരിച്ചിറങ്ങുമ്പോൾ പരിപൂർണ മനസ്സംതൃപ്തിയോടുകൂടിയാണ് ആ ഭക്തൻ ഈ ക്ഷേത്രത്തിൻ്റെ പടിയിറങ്ങുന്നത്, നടയിറങ്ങുന്നത്. അതിൻ്റെ കാരണം ഇവിടുത്തെ ചിട്ടയും ക്രമീകരണങ്ങളുമാണ്, അല്ലേ സാർ? തീർച്ചയായിട്ടും ഒരു ഭക്തൻ എത്ര വിഷമങ്ങളായിട്ട് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വരുമ്പോൾ അമ്മയെ കാണുമ്പോഴും പിന്നെ ആ പൂജകളിലെ കൃത്യമായ നടത്തിപ്പ് കാരണം വളരെ പരിശുദ്ധിയുമാണ്, വൃത്തിയും വളരെയധികം നമ്മൾ ചെയ്യുന്നു. പൂജാകർമ്മങ്ങളും വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പോസിറ്റീവ് ഫീല് എന്താണ് അറിയണ്ട, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കുകയാണ്. അതേപോലെ നമ്മളകത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ അമ്മയുടെ ദാസനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം ദർശിക്കാൻ ആദ്യമായിട്ട് വരുന്നവർക്ക് അവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ എന്തായാലും വന്നിരിക്കും. അത് അമ്മയുടെ ഭാഗമായ ഇവിടുന്നല്ല, പുറത്തുനിന്ന് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നായാലും പല അകലെന്ന് വരയ്ക്കിയ ഭക്തരെത്തി തുടങ്ങി. പിന്നെ നമുക്ക് കുട്ടികളെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതെ മണികണ്ഠൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കാതെ ഒരു സെൽഫി ചെയ്യാതെ ശങ്കരങ്ങളുടെ ഐഡൻറ്റിറ്റി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ശില്പം. അതായത് അവിടെ കുറച്ച് നേരം മണികണ്ഠൻ്റെ അടുത്ത് വന്നിരിക്കുക. വൈകുന്നേര സായാഹ്നങ്ങളിലും ഇപ്പോൾ ഭക്തരായാലും നമ്മുടെ ഈ തട്ടകത്തുള്ളവർ മണികണ്ഠൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഫീലാണ്. പണ്ട് നമ്മൾ മണികണ്ഠനെ ആനപ്പറമ്പിൽ പോയി കാണുന്നതിന് പകരം മണികണ്ഠൻ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്, സ്വീകരിക്കാനാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് അവനില്ലാത്ത കുറവ് ഇപ്പോഴും നമുക്കൊരു കുറവാണ്. നമ്മൾ ആനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോഴത്തെ പേപ്പറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് ശരിയാവുന്ന അമ്മ അനുഗ്രഹിച്ച് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയോടെ ഇനി ചിലപ്പോൾ അടുത്ത നമ്മുടെ വേലയുടെ മുന്നായിട്ട് നടക്കുകയാണെങ്കിൽ അമ്മയിടയ്ക്ക് വളരെയധികം കുപ്പുകയോടെ പ്രാർത്ഥിക്കുകയാണ്. അത് അടുത്ത വർഷത്തേക്ക് ഒരു മണികണ്ഠൻ്റെ പിൻഗാമിയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മുടെ എല്ലാവരും ഈ ഭക്തരുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ടാവണം. നമുക്കതിന് സാധിക്കട്ടെ. നമ്മൾ വളരെയധികം നന്നായി പരിപാലിക്കുന്ന ആനയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശങ്കര ക്ഷേത്രം എങ്ങനെയായിരുന്നു ആനയെ പരിപാലിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന ഒരു മണികണ്ഠൻ്റെ പിൻഗാമിയും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പരിപാലിക്കാമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി ആ മണികണ്ഠൻ്റെ ഒരു പുതിയൊരു പിൻഗാമിയുടെ വാർത്തയാവണമെന്ന് അടുത്ത വേലയ്ക്ക് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു അഭിമുഖം തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. ക്ഷേത്ര മീഡിയ എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കട്ടെ. കാരണം അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ഇവിടെ ആശ്വാസം തേടിയെത്തുന്ന ഏതൊരു ഭക്തനും ഒരു താങ്ങായി, തണലായി, കാറ്റായി, അതുപോലെ തന്നെ സാന്ത്വനമായി, സ്നേഹമായി അമ്മയുടെ വാത്സല്യം ഇവിടെ നിറഞ്ഞു തുളുമ്പുന്ന ഈ പത്മതീർത്ഥ കുളം പോലെ തന്നെ വളരെ പരിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായ പ്രസിഡന്റ് സാറിനും ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും നിഷ്കാമമായി അതുപോലെ തന്നെ നിസ്വാർത്ഥമായി
സമർപ്പണ ഭാവത്തോടെ ഇവിടെ സമർപ്പിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ക്ഷേത്ര മീഡിയയുടെ ആശംസകളുണ്ട്. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മടിത്തട്ടിലേക്ക് വരിക, ഇവിടെ അല്പനേരമെങ്കിലും ഒരു നിമിഷാർദ്ധ നേരമെങ്കിലും അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക, എല്ലാ വിഷമങ്ങളും ഇവിടെ ഇറക്കി വയ്ക്കുക. ആ പരിദേവനങ്ങൾ അമ്മ കേൾക്കും. തീർച്ചയായും മണികണ്ഠൻ അതിന് സാക്ഷിയായി ഒരു ആതിഥേയനായി നിങ്ങളെ വരവേൽക്കാൻ ഇവിടെ ഉണ്ടാവും എന്നും. നമസ്കാരം.